ഒരു വലിയൊരു യാത്രയെക്കുറിച്ച് പറഞ്ഞു, ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം ഞാൻ ഇപ്പം എനിക്കൊന്ന് ബാബാജി എന്നെ പറയുന്നൊരു കാര്യമുണ്ട്. വിഷ്ണു ശ്രീകൃഷ്ണനെ പല അവസ്ഥകളിലൂടെ കടത്തി വിട്ടു. അത് കാരണം ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കാനുള്ള ആ ഒരു തട്ടിലേക്ക് ഉയർന്നതിൻ്റെ ഒരു വലിയൊരു കാരണം അതാണെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ക്രിട്ടിക്സിന് വേണമെങ്കിൽ പറയാം, എല്ലാവർക്കും പറയാമല്ലോ ദൈവം നമ്മളെ പല ഫെയിലിയേഴ്സിലൂടെ വിട്ടു, അതുകൊണ്ട് ഇങ്ങനെ ആയി എന്ന്. പക്ഷെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി, ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ആത്മഹത്യയുടെ ഇതിൽ നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് സീറോയാണ്, പിന്നെ ഒന്നും ആലോചിക്കാനില്ല. അതാണ് ലൈഫിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരവസ്ഥ. പക്ഷെ എന്നാലും ആ ഒരു ടേണിങ് പോയിന്റ്, അതായത് പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ എല്ലാവർക്കും എളുപ്പം എന്ന് പറയുന്നത് പരാജയത്തിനോട് കീഴടങ്ങാനാണ്. പക്ഷെ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരേണ്ടതാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് എങ്ങനെയാണ് മനസ്സിലായത്? ഇവിടെ ഫൈറ്റ് ചെയ്യാനൊന്നുമില്ല. ഈ റിയാലിറ്റി നമ്മൾ എന്നാണോ മനസ്സിലാക്കുന്നത് അന്ന് നമ്മൾ രക്ഷപ്പെടും. നമ്മൾ എന്തിനോടെല്ലാം ഫൈറ്റ് ചെയ്യുന്നത്? നമ്മൾ ജനിച്ച നാൾ മുതൽ എല്ലാ മനുഷ്യർക്കും ഇല്ലെങ്കിലും വീട്ടുകാരോട്, അച്ഛനോടും അമ്മയോടും നാട്ടുകാരോട്, ബന്ധുക്കളോട്, അവരിൽ നിന്ന് കിട്ടുന്ന കുത്തുവാക്കുകളോട്, സമൂഹത്തിൽ നിന്ന്, ടീച്ചേഴ്സിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കിവിടെ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ലഭിക്കുന്നില്ല. അവസാനം അർജുനന് എന്താ ലഭിച്ചേ? ഇല്ല. നമുക്ക് അറിയില്ല എന്താ ലഭിച്ചതെന്ന് പോലും. നമുക്ക് എല്ലാം മഹാഭാരതം നമ്മൾ വളരെ രസകരമായി നമ്മൾ വായിച്ചു വന്ന അവസാനം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ ലഭിച്ചേ അറിയില്ല. അതിനകത്ത് എന്താ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇവിടെ നമുക്ക് ജയിക്കാനോ തോൽക്കാനോ ഒന്നുമില്ല. ഇവിടെ നമുക്ക് ആകെ ഉള്ളത് പീസ്ഫുൾ മൈൻഡ് മാത്രം. നമ്മുടെ സമാധാനത്തിലോട്ട് കടന്നു കയറുന്ന കാര്യങ്ങളെ തടയാൻ പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം. ആ കൺസേൺ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ള മനുഷ്യരോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേദനിക്കോ എന്നുള്ളൊരു തോന്നലെന്നാണ്. അവിടെ നമ്മളിന്ന് സമൂഹത്തിൽ കാണുന്ന ഒരു 70-80% മനുഷ്യരും ഏറ്റവും കൂടുതൽ വേദനിച്ചിരിക്കുന്ന സ്വന്തം വീട്ടിൽ നിന്നാണ്. അവിടെ നിന്നാണ് തുടക്കം. പെയിൻ്റെ തുടക്കം അവിടെ നിന്നാണ്. പെയിൻ എങ്ങനെ നിങ്ങൾ എങ്ങനെ പെയിൻ അനുഭവിക്കേണ്ട ഒരു വ്യക്തിയായിട്ട് മാറണം. പെയിൻ തരുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം. പെയിൻ തരുമ്പോൾ നിങ്ങൾ എങ്ങനെ കരയണം, ശബ്ദം ഉണ്ടാക്കാതെ കരയണം, വീട്ടിലിരുന്ന് കരയണം, പുറത്തു പോയി ഒരാളോട് സഹായം തേടാൻ പാടില്ല, തുടങ്ങിയിട്ട് നിങ്ങളെ പെയിൻ എങ്ങനെ അനുഭവിക്കാം എന്ന് പറയുന്ന ട്രെയിനിങ് ആണ് വീടിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. ഞാൻ എല്ലാവരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്. ഭൂരിപക്ഷം മനുഷ്യരെയും അവിടെ നിന്നാണ് ട്രെയിനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിടുന്നത്. ഇതെല്ലാം നമ്മുടെ പരാജയത്തിൻ്റെ കാരണമാണ്. നമ്മൾ എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കാതെ പോയ കാര്യങ്ങൾ പറ്റി ഓർക്കുമ്പോഴാണ് നമുക്ക് ഈ പരാജയം എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എത്തുന്നത്. നമുക്ക് ലഭിക്കാതെ പോയ എന്തും ആവട്ടെ, നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ലോകത്ത് ഒരു പൈസ കൊടുക്കില്ലാത്ത കാര്യങ്ങളാണ്. ഒരു വ്യക്തിക്ക് ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചാൽ തരാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കിടന്ന് ഭിക്ഷയാചിക്കുന്നത്. നമ്മുടെ പാരൻസിനോടാവട്ടെ, നമ്മുടെ പാർട്ട്നേഴ്സിനോടാവട്ടെ, നമുക്ക് വേണ്ടപ്പെട്ട ആരോടാവട്ടെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് സ്നേഹിക്കുക, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നീ എന്നെ ഒന്ന് ഇങ്ങനെ സംസാരിക്കരുത് എന്ന് പറയുന്ന പല കാര്യങ്ങളും ഏതൊരു മനുഷ്യനും വളരെ ഈസി ആയിട്ട് 5 മിനിറ്റ് ചിലവാക്കി നമുക്ക് തരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇവരിത് തരുന്നില്ല. 2 കാരണങ്ങൾ അതിൻ്റെ അകത്ത്. ഒന്ന്, നിനക്കത് തരേണ്ട ആവശ്യമില്ല എന്നുള്ളത് അവൻ്റെ ഉള്ളിലെ ബോധം കൊണ്ട്. 2, അവനത് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു സാധനം. ലഭിക്കാത്തൊരു സാധനം നമുക്ക് കൊടുക്കാനും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നും ജയിക്കാനില്ല. നിങ്ങൾക്ക് ഇവിടെ ഒന്നും കൊണ്ടുപോകാനും പറ്റില്ല, നിങ്ങൾക്ക് ഇവിടെ ഒന്നും ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഒന്നുമില്ല. നിങ്ങളുടെ ലൈഫ് പാത്ത് മനോഹരമായിട്ട് ജീവിച്ച് പോവുക എന്ന് മാത്രമാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. നിങ്ങൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പിരിച്വാലിറ്റി പലപ്പോഴും റിവെഞ്ചിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. ഏതൊരു സ്ഥലത്തും പോയി നിന്ന് നോക്കിക്കോ, ദൈവമേ മറ്റേ റിവെഞ്ചാണ്. ശത്രുക്കളെ എങ്ങനെ തകർക്കാം, ശത്രുക്കളെ നമ്മൾ തകർക്കുന്നതിന് പകരം നമുക്ക് എങ്ങനെ ശത്രുവിനേക്കാളും വലിയവനാവാം എന്ന് ചിന്തിച്ചാൽ മതി. ശത്രു തനിയെ തകർന്നോളും. പക്ഷെ നമ്മൾ മാറ്റി വെക്കുന്ന സമയം മുഴുവനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ്. ഇവിടെ നിന്നാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പരാജയം എന്ന് പറഞ്ഞ സാധനം വരുന്നത്. ഇവിടെ ഒന്നും ജയിക്കാനില്ല. നിങ്ങളിനി എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അവസാനം ഒന്നും ലഭിക്കില്ല. അവസാനം സമാധാനപരമായിട്ട് എങ്ങനെ മരിക്കാം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതാണ് ഏറ്റവും വലിയ കാര്യം. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. കാരണം നമ്മൾ നഷ്ടപ്പെട്ടത്, നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താ, എൻ്റെ കുഞ്ഞാണ് എനിക്ക് വലുത്, എൻ്റെ ഭർത്താവാണ് എനിക്ക് വലുത്, എൻ്റെ അച്ഛനാണ് എനിക്ക് വലുത്, എൻ്റെ അമ്മയാണ്, എൻ്റെ മറ്റ് പല വസ്തുക്കളാണ് എനിക്ക് വലുതെന്ന് ചിന്തിക്കുന്ന പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുണ്ടെങ്കിലേ ഇതെല്ലാം ഉള്ളൂ. നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മകളുള്ളൂ, നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവുള്ളൂ, നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അച്ഛനമ്മയുള്ളൂ, നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സമ്പാദിച്ച നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ പണം, ബാങ്ക് ബാലൻസ് എല്ലാം ഉള്ളൂ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ തകരാറുകളോ വന്നാൽ ഈ പറയുന്ന വ്യക്തികൾ പലരും നിങ്ങളെ തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിയും. നാളെ ഒരിക്കലും ശല്യമാണെന്ന് പറയും. തുടങ്ങിയിട്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കും. അത് നിങ്ങളുടെ മരണത്തിന് കാരണമാവും. ദാറ്റ് മീൻസ് പുറകോട്ട് ചിന്തിക്കൂ. നിങ്ങളെ ആദ്യം നിങ്ങൾ ഓക്കെ ആക്കിയാൽ മാത്രം മതി. ഈ നമ്മളെ ഓക്കെ ആക്കുന്ന പ്രോസസ്സ് നമ്മളെല്ലാവരും വീടിൻ്റെ അകത്ത് എല്ലാവരും ചെയ്താൽ അതായിരിക്കും ഏറ്റവും മനോഹരമായ കുടുംബം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആക്കാൻ നമുക്ക് സാധിക്കില്ല. ഒന്നാമത്തെ കാര്യം
പക്ഷെ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് ഭയങ്കര നടക്കുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ട് നമ്മളെ നഷ്ടപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ.